ഞാൻ ഒരുപാട് തവണ ഈ മോർണിംഗ് ഷോയിലും ഈ സായാഹ്ന ഷോയിലുമൊക്കെ പറയാറുണ്ട്, വളരെ നമ്മൾ ഈ കുട്ടികളെയൊക്കെ ഡീൽ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ഡീൽ ചെയ്യണം. ഒരു സെൻസിറ്റീവായിട്ടുള്ളൊരു ജനറേഷനാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ചെറിയൊരു വഴക്ക് പറച്ചിലിന് അവരെന്തെങ്കിലും കാട്ടിക്കൂട്ടിക്കളയും, അങ്ങനെയുള്ള കുട്ടികളാണ്. അപ്പം ഇങ്ങനൊരു സംഭവം ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വന്നിരിക്കുന്നു. മലപ്പുറത്ത് ഒരു അമ്മ വഴക്ക് പറഞ്ഞതിന് ഒരു 2ാം ക്ലാസ്സുകാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. 4 കിലോമീറ്ററോളം അവൻ നടന്നു. അതിനുശേഷം അവനൊരു ഫയർ സ്റ്റേഷനിൽ ചെന്ന് കയറി. അവൻ വിചാരിച്ചു അത് പോലീസ് സ്റ്റേഷനാണെന്ന്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഈ ചൈൽഡ് ലൈനിൻ്റെ അധികൃതരെയും അതുപോലെ പിതാവിനെയും വിവരം അറിയിച്ചു. അതുകൊണ്ട് അപകടം ഉണ്ടായില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറിനുണ്ടിട്ട് നിൽക്കുമ്പോൾ ഒരു കുട്ടി, ഒരു 7 വയസ്സുള്ള ഒരു കുട്ടി റോഡിൽ കൂടെ നടന്നു വന്ന് എന്നെ ഉമ്മ വീട്ടിൽ കയറ്റുന്നില്ല എന്ന് പറയുന്നു. ഞങ്ങൾ ആ കുട്ടിയെ വിളിച്ച് വിശദമായിട്ട് അന്വേഷിച്ചപ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഉമ്മ എന്തോ വഴക്ക് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ആളവശനായിരുന്നു. അപ്പോഴേ ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോയി വെള്ളം കൊടുത്തു, ഇന്ന് സ്റ്റേഷനിലുണ്ടായിരുന്ന ഭക്ഷണം കൊടുത്ത്, അതിനുശേഷം ഞങ്ങൾ ചൈൽഡ് ഹെൽപ്പ് ലൈനെ വിളിച്ചു. അവർ തിരുവനന്തപുരത്താണ് വിളിച്ചത്. പിന്നെ അവർ മലപ്പുറമായിട്ട് ബന്ധപ്പെട്ടു. അവിടെ നാളെ വരാമെന്ന് പറഞ്ഞു. അതിനോടൊപ്പം ഞങ്ങൾ വേറെ അന്വേഷണം നടത്തി. ഞങ്ങളുടെ ലോക്കലിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഈ കുട്ടിയുടെ ഫാദറിനെ കിട്ടി. അയാളൊരു തേപ്പിൻ്റെ പണിക്കാരനായിരുന്നു. അപ്പം പുള്ളി പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലെത്തി. അതിനോടൊപ്പം ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെ ആളും എത്തി. ഇവർ രണ്ടുപേരും കൂടെ കുട്ടിയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ കുട്ടി എന്തോ കുരുത്തക്കേട് കാണിച്ചതിന് അമ്മ എന്തോ വഴക്ക് പറഞ്ഞതാണ്. അതിൻ്റെ പുറത്താണ് ഇവനൊരു 3-4 കിലോമീറ്റർ നടന്നു വന്നത്. നടന്നു വന്നിട്ട് ഉമ്മ വീട്ടിൽ കയറ്റുന്നില്ല. അപ്പോൾ ഉമ്മ എന്തുകൊണ്ട് പറഞ്ഞു, അല്ലാതെ നീ പോലീസ് സ്റ്റേഷനിൽ പോയി കാണാൻ പരാതി പറയുന്ന അതിൻ്റെ ബേസിലാണ് ഇവൻ നടന്നു വന്നത്. എന്തായാലും അവൻ്റെ വാപ്പായുടെ അടുത്തും അതുപോലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെ ആളിനെ ഏൽപ്പിച്ചു. അവർ പേടിച്ച് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്തായാലും അവർ നേരെ വീട്ടിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെ ആൾ നേരെ അയാളെയും കൊണ്ട് വീട്ടിലേക്ക് പോയിരുന്നു. വീട്ടിൽ പോയിട്ട് അവർ സുരക്ഷിതമായി ഏൽപ്പിച്ചെന്നും പറഞ്ഞ് തിരിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, എന്തായാലും ഈ കുട്ടി അവിടെ ചെന്ന് തന്നെ കയറിയത് വളരെ ഭാഗ്യമായി. മറ്റെന്താ വിവരങ്ങൾ? അതേ SKN, ഒരേ സമയം ആശങ്കയും ആശ്ചര്യവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇരുമ്പുഴി എന്നുള്ള സ്ഥലത്ത് വീട്ടിൽ സഹോദരിയുമായി എന്തോ ഒരു തല്ലുകൂടിയതിന് അമ്മ വഴക്ക് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്ന് ഈ കുട്ടി പറയുന്നു. അപ്പോൾ നീ ചെയ്യുന്നൊക്കെ അമ്മ ദേഷ്യത്തിൽ അപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം ഇന്ന് അവധി ആയതുകൊണ്ട് അടുത്ത വീട്ടിൽ മറ്റു കുട്ടികളൊപ്പം കളിക്കുന്നുണ്ടാകുമെന്നുള്ളതാണ് വീട്ടുകാർ കരുതിയത്. പക്ഷേ കുട്ടി വീട്ടിൽ നിന്ന് അപ്പോഴേക്കും ഇറങ്ങി നടക്കാൻ തുടങ്ങിയിരുന്നു. ഇത് മഞ്ചേരി മലപ്പുറം പ്രധാന റോഡാണ്. ആ റോഡിൻ്റെ അരികിലൂടെ ഇരുമ്പുഴിയിൽ നിന്ന് മലപ്പുറം വരെ കുട്ടി നടന്നു വതും, അതും നട്ടുച്ച സമയമാണ്. അപ്പോൾ ആ വെയിൽ കൊണ്ട് ഏകദേശം 4 കിലോമീറ്ററോളം നടന്ന് പോലീസ് സ്റ്റേഷനാണെന്ന് കരുതി കാക്കി യൂണിഫോം ഇട്ട് പുറത്ത് ആളുകളെ കണ്ടപ്പോൾ അങ്ങനെ പോലീസ് സ്റ്റേഷനാണെന്ന് കരുതി ഫയർഫോഴ്സിൻ്റെ ഓഫീസിലേക്ക് കയറുകയായിരുന്നു. അവർ കണ്ട ഉടൻ തന്നെ കുട്ടിയോട് കാര്യങ്ങൾ ചോദിക്കുകയും വെള്ളം കൊടുത്തു, അവിടെ നിന്ന് തന്നെ ഭക്ഷണം കൊടുത്തു. അപ്പം തന്നെ ഈ ലോക്കലായ ഒരു അന്വേഷണം നടത്തി. കുട്ടിയുടെ വീട് എവിടെയാണ്, പിന്നെ കുട്ടിയുടെ അച്ഛൻ ആരാണെന്നൊക്കെ, അങ്ങനെയാണ് അച്ഛനെ വിവരം അറിയിക്കുകയും ഒപ്പം തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറെയൊക്കെ വിവരം അറിയിക്കുകയും ചെയ്തത്. അങ്ങനെ ചൈൽഡ് ലൈനിൻ്റെ ഓഫീസിൽ നിന്നും ആളുകൾ എത്തി, ഒപ്പം വാപ്പയും എത്തി. അങ്ങനെയാണ് ഈ കുട്ടിയെ കൈമാറിയത്. ഇപ്പോൾ സുരക്ഷിതമായി തന്നെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഫയർഫോഴ്സിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് കുട്ടിയുടെ സ്കൂളെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വഴി കുറച്ചുകൂടിയൊക്കെ അറിയുന്ന കുട്ടിയായിരിക്കും. അപ്പോൾ പോലീസ് സ്റ്റേഷനാണെന്ന് കരുതിയാണ് ഇത്രയും ദൂരം നടന്ന് വന്നിട്ടുള്ളത്. 2ാം ക്ലാസ്സുകാരനാണ്, 7 വയസ്സ് മാത്രമാണ് പ്രായം. അത് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇത്രയും ദൂരം പ്രധാന റോഡിൻ്റെ അരികിലൂടെ നടന്നെത്തിയിരിക്കുന്നു. എന്തായാലും സുരക്ഷിതമായി വീട്ടിലേക്ക് പിന്നീട് എത്തിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കൂടുതൽ ശ്രദ്ധിക്കണമെന്നുകൂടി ഈ ചൈൽഡ് ഓഫീസർമാർ വീട്ടിലെത്തി ഇവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. SKN. ദിനേശ് ശരിപ്പാട് പറഞ്ഞ SKN, അവൻ ചില്ലറക്കാരനല്ല. അവൻ ചില്ലറക്കാരനാണെങ്കിൽ അവൻ ഫയർ സ്റ്റേഷൻ ചെന്ന് കയറുമോ? പോലീസ് സ്റ്റേഷന് പകരമായിട്ട് അവൻ സൂത്രശാലിയാണ്. ഇത്രയും കിലോമീറ്റർ നടന്നല്ലേ അവനോട് ചെന്ന് കയറിയത്. അരുൺ പറയുന്നു, കുട്ടികൾ തെറ്റ് കാണിച്ചാൽ വഴക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ ഇപ്പോൾ കുട്ടികളെ ഒന്നും വഴക്ക് പറയാൻ പാടില്ല. നമ്മൾ വഴക്ക് പറഞ്ഞാൽ പിന്നീട് അതിന് ഉണ്ടാകുന്ന ഫലം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല. ഷറീഫ് പറയുന്നു, കുട്ടികളൊരു പ്രത്യേക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, അവരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അതാണ് യഥാർത്ഥ ശരി. അവർ വളരെ സെൻസിറ്റീവായ ഒരു ജനറേഷനാണ്. അവർ പ്രവർത്തിക്കുന്നതൊക്കെ തന്നെ കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ്. കാര്യം അവർ ടെലിവിഷനിലും അതുപോലെ OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ കാണുന്ന സിനിമകൾ, നെറ്റിൽ കാണുന്ന മറ്റുള്ള സംഭവങ്ങളെല്ലാം തന്നെ അത് എഡിറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണെന്നും അതൊരാൾ എഴുതി ഉണ്ടാക്കുന്നതാണെന്നും ചിന്തിക്കാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ടാകണം എന്നില്ല. അതുകൊണ്ട് നമ്മുടെ മുതിർന്നവരാണ് അതിൽ വളരെ ശ്രദ്ധ വയ്ക്കേണ്ടത്. കുട്ടികൾക്ക് കുട്ടിത്തം ഉണ്ടായാൽ കുഴപ്പമില്ല, പ്രായമുള്ളവർക്ക് കുട്ടിത്തം വരാൻ പാടില്ല.